നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് സാന്റിയാഗോ ബെർണാബുവിൽ ഒരു തീപ്പൊരി പോരാട്ടമാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് രണ്ടാം പാദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത് രാത്രി ഇന്ത്യൻ സമയം 1:30 ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ തന്നെ റയൽ മാഡ്രിഡ് അവരുടെ സ്ക്വാഡ് പുറത്തുവിട്ടിരുന്നു. പരിക്കിൻ്റെ പിടിയിലായിരുന്ന റൂഡിഗറും അലാബയും വാസ്കസുമൊക്കെ തിരികെ എത്തിയിട്ടുണ്ട്. അവർ ശക്തരായ ടീമും കൊണ്ടാണ് ഈ കളിക്കൊരുങ്ങുന്നത്. സിറ്റിയുടെ ഭാഗത്ത് ആരൊക്കെയാണ് സ്ക്വാഡിലുള്ളത്? സിറ്റിയുടെ ട്രാവലിംഗ് സ്ക്വാഡ് ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. 22 അംഗ ട്രാവലിംഗ് സ്ക്വാഡിൽ ആരൊക്കെയുണ്ട്? എഡേഴ്സൺ, ഓർട്ടേഗ മൊറേനോ, കാൾസൺ, പിന്നെ ലൂയിസ് ന്യൂനസ്, കുഷാനോവ്, ഡയസ്, സ്റ്റോൺസ്, AK ഗാർഡിയോള്, പിന്നെ നീക്കോ, ഗുണ്ടോഗൻ, ബെർണാഡോ, കൊവാസിച്ച്, ഫോഡൻ, ഡിബ്രൂയിനെ, മക്കറ്റി. മുന്നേറ്റങ്ങൾ നയിക്കാനായിട്ട് സാവിഞ്ഞോ, ഡോക്കു, മർമോഷ്, ഹാലൻഡ്, ഗ്രീലിഷ്. ഇതാണ് ഇപ്പോൾ സിറ്റിയുടെ സ്ക്വാഡ്. ഏതായാലും മികച്ച സ്ക്വാഡ് എന്ന് തന്നെ പറയാം. സ്വാഭാവികമായിട്ടും രണ്ട് ടീമിലും ഈ സീസണിൽ വല്ലാതെ പരിക്കൊക്കെ വലച്ച സമയമാണ്. കോച്ച് അത് പെപ് ഗാർഡിയോള ഇന്നലെ പറയുകയുണ്ടായി. എൻ്റെ ടീമിൽ സെൻട്രൽ ഡിഫൻഡർമാർ കഴിഞ്ഞ 3 മാസത്തിൽ ഒരുമിച്ച് കളിച്ചത് വെറും 90 മിനിറ്റ് മാത്രമാണ്. റയലിലും അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അത് ആഴ്സണലിലും പലയിടത്തും അങ്ങനെ സംഭവിക്കുന്നത്. ഈ സീസണിൻ്റെ ഒരു പ്രത്യേകതയാണ് നിരവധി മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നുണ്ട് എന്ന്. ഏതായാലും കഴിഞ്ഞ കളിയിൽ കിടിലൻ പ്രകടനം ന്യൂക്യാസിൽ യുണൈറ്റഡിനെതിരെ പുറത്തെടുത്തതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സിറ്റി ഉള്ളത്. മർമോഷിൻ്റെ ഹാട്രിക്ക് നമ്മളവിടെ കണ്ടിരുന്നു, മക്കറ്റിയുടെ ഗോള് കണ്ടിരുന്നു. അപ്പോൾ ഇന്നിപ്പം മർമോഷും ഹാലൻഡും ഒക്കെ ചേർന്നുകൊണ്ട് റയലിൻ്റെ ഡിഫൻസിനെ ചിന്ന ഭിന്നമാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സിറ്റി ആരാധകർ എന്തായാലും വലിയ പ്രതീക്ഷയിലാണ്. 1% സാധ്യതയേ ഉള്ളൂ എന്നൊക്കെ പെപ്പ് പറഞ്ഞെങ്കിലും അദ്ദേഹം അതിപ്പോൾ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തമാശ പറഞ്ഞാൽ വെറുതെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പുത്തൻ തന്ത്രങ്ങളുമായിട്ട് പെപ്പ് ഇന്ന് സിറ്റിയെ എങ്ങനെ ഇറക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇന്നലെ ആഞ്ചലോട്ടി പറഞ്ഞു, ഇപ്പോൾ തുടരെ എല്ലാ സീസണിലും ഇങ്ങനെ പെപ്പിനോട് കളിക്കേണ്ടി വരുന്നു, ഞാൻ അതിൽ മടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇന്നത്തെ ഔട്ട്കം എന്താണ്? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.